ഹലോ ഹായ് കൂട്ടുകാരെ, മായ സ്വീറ്റ് ആൻഡ് സ്പൈസി വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഉണക്കച്ചെമ്മീനും കൊണ്ടൊരു കറിയാണ്. അതിൻ്റെ ആവശ്യത്തിനായിട്ട് കുറച്ച് ഉണക്കച്ചെമ്മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി വാരി വെച്ചിട്ടുണ്ട്. മസാലപ്പൊടികൾ, ഒരു സവാള, 2 ചെറിയ തക്കാളി, ഒരു 5 പച്ചമുളക്, എരിവ് തീരെ കുറഞ്ഞ പച്ചമുളക് ആയതുകൊണ്ടാണ് 5 പച്ചമുളക് എടുത്തേക്കുന്നത്, 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കറിവേപ്പില, പിന്നെ കുറച്ച് എണ്ണ. ഞാൻ ഗ്യാസ് ഓൺ ചെയ്തു, ചട്ടി ചൂടായിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായി ഇതിലോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് പൊട്ടിക്കഴിഞ്ഞു നമുക്കിനി സവോള ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർക്കാം. അതിൽ നന്നായിട്ട് സവോള ഒന്ന് വഴന്ന് വരട്ടെ. സവോള ഒരുവിധം വഴന്ന് വന്നു. ഇനി തക്കാളി ചേർത്ത് കൊടുക്കാം. ഇത് പകുതി വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി തീ കുറച്ച് വെച്ച് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഞാനിവിടെ പൊടി ഐറ്റംസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഗരം മസാലപ്പൊടി. അപ്പോൾ നമ്മുടെ ഇതെല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് യോജിപ്പിച്ച് പൊടി ഐറ്റംസൊക്കെ നന്നായിട്ട് മൂത്ത് എണ്ണ തെളിഞ്ഞ് വരണം. പൊടി ഐറ്റംസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഉണക്കച്ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തു. നമുക്കിനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ഉപ്പ് നോക്കുക. കുറച്ച് മുമ്പ് ഇച്ചിരി ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തായിരുന്നു. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് വെട്ടി തിളച്ച് കഴിയുമ്പം ഒന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കണം. ഗ്രേവിയൊക്കെ തിക്കായിട്ട് വരണം. അങ്ങനെ നമ്മുടെ ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ മുകളിലിട്ട് കൊടുക്കാം. അപ്പം എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഉണക്കച്ചെമ്മീനും കൊണ്ട് ഒരു വെറൈറ്റി ആയിട്ടൊരു കറി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണും വരെ ഓക്കെ, ബൈ, ടേക്ക് കെയർ.